ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കറി സ്പേസ്. ഞാൻ ഗുജറാത്തിലാണ് വളർന്നത്. അവിടെ ചൂട് കാലത്ത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഫുഡ് കോമ്പിനേഷനാണ് ആംറസ് ആൻഡ് പൂരി. ആംറസ് മറ്റൊന്നല്ല കേട്ടോ, നമ്മുടെ മാങ്ങാ ജ്യൂസാണ്. കല്യാണ റിസപ്ഷനിൽ പോയാലും ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ആംറസ് ആൻഡ് പൂരി. എൻ്റെ വീട്ടിലും ഉണ്ടാക്കുന്നത് ഡിന്നറിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡായിട്ട് ഇത് മാറി. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ബ്രദർ ആംറസ് പൂരി കഴിക്കുന്നത് കണ്ടിട്ട് എനിക്കും ഉണ്ടാക്കണം എന്നൊരാഗ്രഹം വന്നു. അങ്ങനെ ഈ മാമ്പഴക്കാലം തീരുന്നതിൻ്റെ മുമ്പ് ഞാനും ഉണ്ടാക്കാമെന്ന് കരുതി. അതിനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിന് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഇനി 2 മധുരമുള്ള മാങ്ങ എടുത്ത് അതിന് ചെറിയ കട്ടാക്കി അതിനെ സ്കൂപ്പ് ചെയ്തിട്ട് മിക്സറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് പുളിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾ മധുരമുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിനി കുഴച്ച മാവ് ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. പൂരി ഉണ്ടാക്കാൻ ഞാൻ ഈ പ്രസ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. 2 സൈഡിലും എണ്ണ പുരട്ടിയിട്ട് അതിലേക്ക് ബോളിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ പൂരിയും റെഡിയാക്കി വെക്കാം. നമ്മുടെ എണ്ണ ചൂടായെന്ന് അറിയാൻ ഞാൻ ഒരു ചെറിയ കഷ്ണം മാവ് എടുത്തിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തു. ഉടനെ തന്നെ മാവ് പൊന്തി വന്നു. അപ്പോൾ നമ്മൾ എണ്ണ റെഡിയായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൂരി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പൂരിയും ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ പൂരിൻ്റെ സൈസ് കുറച്ച് ചെറുതാണ്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ആംറസ് മാത്രം മതിയാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.